പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി അരിതമാറ്റിക് സീക്വൻസിലെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇറ്റ് കാരീസ് 4 മാർക്സ് ഓർ 5 മാർക്സ്. സമാന്തര ശ്രേണിയിലെ വലിയ മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇത് പഠിക്കാൻ ബോളിക്ക് നോക്കിക്കോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. തൊട്ടടുത്ത 2 വരികൾ എഴുതുക. റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ്. ക്രമത്തിൽ എണ്ണൽ സംഖ്യയായിരുന്നു, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ അടുത്തത് ഇതിൽ 5 എണ്ണം, ഇതിൽ 3 എണ്ണം, ഇതിൽ 1 എണ്ണം. അപ്പൊ ഇനി 7 എണ്ണം ആവും വരിക. 10 കഴിഞ്ഞാൽ 9 കഴിഞ്ഞാൽ 10, 16. ഇനി അതിൻ്റെ അടുത്തേല് ഇനി 2 കൂടി കൂടും. അപ്പൊ 16 കഴിഞ്ഞാൽ 17 വീട്ടുകൾ പോരും. തൊട്ടടുത്ത 2 വരികൾ എഴുതുക. ഒരു ചോദ്യം. ഇനി തൊട്ടടുത്ത ചോദ്യം എഴുതാൻ പോവാണ്. അപ്പൊ നോക്കിക്കോളൂ. ഇതിൽ 1, ഇതിൽ 3, ഇതിൽ 5, ഇതിൽ 4, ഇതിൽ 1 ഒരു സംഖ്യ, ഇതിൽ 3 എണ്ണം, ഇതിൽ 5 എണ്ണം, ഇതിൽ 7 എണ്ണം, പിന്നെ 9. അങ്ങനെ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇതിന്റെ അടുത്ത ചോദ്യം നോക്കൂ. റൈറ്റ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ 10th ലൈൻ ആൻഡ് റൈറ്റ് ദ ലാസ്റ്റ് ടേം ഓഫ് ദ 10th ലൈൻ. അതാ ചോദ്യം. 10ാം വരിയിലെ ആദ്യ സംഖ്യ ഏത്, 10ാം വരിയിലെ അവസാന സംഖ്യ ഏത് നോക്കാം. 1ാം വരിയുടെ അറ്റത്ത് 1, 2ാം വരിയുടെ അറ്റത്ത് 4, 3ാം വരിയുടെ അറ്റത്ത് 9. And the last number in the 4th line is 16. Last number in the 5th line is 25. അപ്പൊ ഈ സംഖ്യകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 3ന്റെ വർഗം 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ 25. 9ാമത്തെ വരിയിൽ അവസാനത്തെ കിട്ടിയാൽ 10ാം വരിയിൽ ആദ്യത്തെയും കിട്ടും. ഇതുണ്ടോ, ഇവിടെ 9ൽ അവസാനിക്കുമ്പോ ഇവിടെ 10ലില്ലേ തുടങ്ങും. ഇതിന് 16ൽ അവസാനിക്കുമ്പോ ഇവിടെ 17. 9ാം വരിയിൽ അവസാന സംഖ്യ കാണുകയാണ്. ഇതാ 1, 4, 9, 16, 25. അപ്പൊ 9ാം വരിയിലെ സ്റ്റെപ്പ് എഴുതിക്കോളൂ. ഫസ്റ്റ് നമ്പർ, ലാസ്റ്റ് നമ്പർ ഇൻ ദ 9th ലൈൻ. 9ാം വരിയിലെ അവസാന സംഖ്യ 9ന്റെ സ്ക്വയർ 81, 5ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 9ന്റെ സ്ക്വയർ 81. ഇതാണ് 9ാം വരിയിലെ അവസാനം. അപ്പോ ലാസ്റ്റ് നമ്പർ ഇൻ ദ 9th ലൈൻ ഈസ് 81. അപ്പൊ ഫസ്റ്റ് നമ്പർ ഇൻ ദ 10th ലൈൻ, 10ാം വരിയിലെ ആദ്യ സംഖ്യ 81 കഴിഞ്ഞാൽ 82. ഒരു ഉത്തരം. അടുത്ത ചോദ്യം. ലാസ്റ്റ് നമ്പർ ഓഫ് ദ 10th ലൈൻ, 10ാം വരിയിലെ അവസാനം 9 സ്ക്വയർ 81ന്റെ പോലെ ലാസ്റ്റ് നമ്പർ 100, 10ന്റെ സ്ക്വയർ 100. 5ാം വരിയിൽ 25, 9ാം വരിയിൽ 81, 10ാം വരിയിൽ 100, 10ന്റെ സ്ക്വയർ. അപ്പോ 10ാം വരിയിലെ ആദ്യ സംഖ്യ 82, 10ാം വരിയിലെ അവസാന സംഖ്യ 100. ഫസ്റ്റ് നമ്പർ ഓഫ് ദ 10th ലൈൻ ഈസ് 82. ലാസ്റ്റ് നമ്പർ ഓഫ് ദ 10th ലൈൻ ഈസ് 100. 2 എണ്ണം കഴിഞ്ഞു. ഇനി ആകെ 10 വരികളിലും കൂടിയുള്ള സംഖ്യകളുടെ തുക കാണുക. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ 10 ലൈൻസ്. അപ്പൊ ആ നമ്പേഴ്സ് നോക്ക്. 1, 2, 3, 4, 5, 6 എക്സെട്ര അപ് ടു 100 വരെ, 1 മുതൽ 100 വരെയുള്ള എണ്ണസംഖ്യകൾ നിങ്ങളിൽ കിടക്കുന്നുണ്ട്. തുക സം ഈക്വൽ ടു n/2 ഇൻറ്റു n+1. എണ്ണൽ സംഖ്യയുടെ തുകയുടെ സൂത്രവാക്യം. 100 എണ്ണൽ സംഖ്യ കയ്യിലുണ്ട്. n+1, 100+1. 100/2 50 ആണ്. അത് കൂട്ടിയിട്ടാൽ 101 ആണ്. ഗുണിച്ചാൽ 5050. n is 100, so 100 plus 1, 100/2. 100/2 is 50, 100 plus 1 is 101. Multiplied to get 5050. ഇത് ഒരു എസ്സേ ടൈപ്പാണ്, ഒരു ടൈപ്പ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എസ്സേ ടൈപ്പിൽ മറ്റൊരു ചോദ്യം. ഇതേപോലെ 4 മാർക്കിലും 5 മാർക്കിലും വരുന്നതാണ്. Look at here. 3 അക്ക സംഖ്യകളിൽ 5 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്ന എത്ര സംഖ്യകളുണ്ട്? How many 3-digit numbers are exactly divisible by 5 leaves a remainder 2? Leaves a remainder 2. 5 കൊണ്ട് ഹരിക്കുക അത് പറഞ്ഞിട്ടുണ്ട്. 3 അക്ക സംഖ്യ അതും പറഞ്ഞിട്ടുണ്ട്. 3 അക്ക സംഖ്യ 100 തുടങ്ങും. 3 അക്കങ്ങളുള്ള സംഖ്യ എന്നാണ്. 100 ഫസ്റ്റ്, ലാസ്റ്റിൽ 999, 999. ആദ്യത്തെ 100ഉം അവസാനത്തെ 999. ഇതിൽ 5 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരിക. ലീവ്സ് എ റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ഓഫ് 5. നോക്കാം നമുക്ക്. 100ൽ 5 അടിച്ചു പോകും. അപ്പൊ 2 ശിഷ്ടം വരണമെങ്കിൽ ആദ്യ പദം 100 കൂടെ 2 കൂട്ടിയാൽ 102.
ഇനി അവസാനം ഏതാ? 5ന്റെ ഗുണിതാവ് കൊണ്ട് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. 999 5 പോകില്ല, പക്ഷെ 995 തൊട്ടടുപ്പുറത്ത്, അതിന്റെ നേരെ ഈ ഭാഗത്ത്. അത് 5 അരിച്ചു പോണത് 2 ശിഷ്ടം വരണമെങ്കിൽ 2 കൂട്ടണം. 997. 995 is divisible, exactly divisible by 5. Leaves a remainder 2 means you add 2, you get 997. And the common difference is already 5 because it is divisible by 5 തന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ 5 കൊണ്ടായിരിക്കുക, കാരണം 5 തന്നെ പൊതു വ്യത്യാസം. Now first number is given, last number is given, and common difference is also given. n is equal to പദങ്ങളുടെ എണ്ണം അവസാനത്തേന്ന് ആദ്യത്തെ കുറയ്ക്കുക, 5 കൊണ്ട് ഹരിക്കുക, +1. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് ആ ഫോർമുല? xn minus x1 by d plus 1. Once again, the formula is xn by d plus 1. Last number, first number, common difference. കുറച്ചിട്ടു. ഇനി ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും, 180 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്ത 15 85 4 179 + 1 = 180. അപ്പൊ അത് കഴിഞ്ഞു. എത്ര സംഖ്യകളുണ്ട്? ഹൗ മെനി നമ്പേഴ്സ്? അതിന്റെ ഉത്തരമാണ് ഈ കിട്ടിയത്. എത്ര? 180. ഓക്കെ, നെക്സ്റ്റ് തുക കാണുക എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. തുക കാണുക, ഫൈൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ്. ആൻഡ് തുകയുടെ ഫോർമുല ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. n/2 × x1 + xn. n 180, x1 102, ലാസ്റ്റ് നമ്പർ 997. ഫസ്റ്റ് ലാസ്റ്റ് അത് കൂട്ടിയിട്ട് 180/2 × കൂട്ടിയാൽ is it over? And 2 is divisible in 180 9 times. So our final answer is 9 × 1099. അത് നിങ്ങളുടെ ഉത്തരം. That's your answer. 9891. ഇതും എസ്സേ ടൈപ്പാണ്, നല്ല മാർക്കും. ഓക്കെ.